ഹായ്, ഒരുപാട് ഡെക്കറേഷനൊന്നും ഇല്ലാതെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കണേ. ഞാനിവിടെ ഒരു അര കപ്പ് പാലെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ബട്ടർ മിൽക്ക് റെഡിയാക്കുന്നുണ്ട്. എന്നിട്ടത് മാറ്റി വയ്ക്കാം. പാല് റൂം ടെമ്പറേച്ചറിലുള്ളതോ അല്ലെങ്കിൽ ഒരു ചെറിയ ചൂടുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഒരു ബൗളിൽ 1 കപ്പ് മൈദയും 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 നുള്ളു ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ കൊക്കോ പൗഡറും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്കുള്ള പാൽപ്പൊടി നിങ്ങളുടെ അടുത്ത് ഇല്ലെങ്കിൽ ഒഴിവാക്കാം. ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് കിട്ടും. മിക്സ് ആക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. 1/4 കപ്പ് പഞ്ചസാര മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പൊടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. 4 മുട്ട എടുത്തിട്ടുണ്ട്. റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാണ്. അതിൻ്റെ വെള്ളയും മഞ്ഞയും വേർതിരിച്ചെടുക്കുന്നുണ്ട്. മുട്ടയുടെ വെള്ളയിലേക്ക് മഞ്ഞ വീഴാതെ വേണം ഇങ്ങനെ ഒന്ന് വേർതിരിച്ചെടുക്കാനായിട്ട്. മുട്ടയുടെ വെള്ള നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. കുറച്ചൊന്ന് ബീറ്റ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതൊന്ന് പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്കിനി പൊടിച്ച് വെച്ചിട്ടുള്ള പഞ്ചസാര കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. നമ്മൾ ഈ എഗ് വൈറ്റ് ബീറ്റ് ചെയ്യുന്ന ബൗളിൽ ഒട്ടും തന്നെ നനവൊന്നും ഇല്ലാതെ വേണം ഇത് ബീറ്റ് ചെയ്തെടുക്കാനായിട്ട്. ഇപ്പോൾ എഗ് വൈറ്റൊക്കെ നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് നമുക്ക് എഗ് യോക്കിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് ഓയിലും നേരത്തെ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ആ ബട്ടർ മിൽക്ക് കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മൈദയുടെ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ലോ സ്പീഡിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കണം. നേരത്തെ നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ടയുടെ വെള്ള കുറേശ്ശെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാടിട്ട് മിക്സ് ചെയ്ത് ഓവർ ബീറ്റ് ചെയ്യരുത്. അതുപോലെ സ്പാച്ചില വെച്ചിട്ടോ ഏതെങ്കിലും സ്പൂൺ വെച്ചിട്ടോ ഇതുപോലെ മിക്സ് ചെയ്തെടുത്താൽ മതി. ബീറ്റ് ചെയ്യേണ്ട. അതിലേക്ക് ആവശ്യത്തിന് റെഡ് ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മിക്സ് ആക്കിയിട്ട് ആവശ്യമനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ബാക്കിയുള്ള ആ എഗ് വൈറ്റ് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതും കൂടെ ഇതിലേക്കൊന്ന് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഫോൾഡ് ചെയ്തിട്ട് ആവശ്യത്തിന് വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും റെഡ് കളർ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ചും കൂടെ റെഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കേക്ക് ബാറ്റർ റെഡി ആയിട്ടുണ്ട്. 8 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നിൽ ബട്ടർ പേപ്പറൊക്കെ ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിനി 180 ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ ഒരു 30 മുതൽ 40 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കാം. ഓവൻ ഇല്ലാതെ വേണമെങ്കിലും ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് എയർ ബബിൾസൊക്കെ കളഞ്ഞിട്ട് ബേക്ക് ചെയ്യാൻ വെക്കുന്നുണ്ട്. ഇപ്പോൾ കേക്ക് നന്നായിട്ട് പൊങ്ങി വന്ന് നന്നായിട്ട് തന്നെ ബേക്കായിട്ടുണ്ട്. ഇതിനി തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. നല്ല സോഫ്റ്റായിട്ടുള്ള കേക്കാണ്. നന്നായിട്ട് തണുത്തിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഞാൻ ഈ ഒരു കേക്ക് 4 പീസാക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആ മുരിഞ്ഞ ഭാഗം കുറച്ചൊന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്, കളറൊന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. ഈ ഒരു കേക്കിലേക്ക് ഞാൻ ക്രീം ചീസും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 1/4 കപ്പ് വിപ്പിംഗ് ക്രീം നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു അര കപ്പ് ക്രീം ചീസാണ് ഒരു ബൗളിൽ എടുത്തിട്ടുള്ളത്. ഇതിനി ഒന്ന് ബീറ്റ് ചെയ്തിട്ട് ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഐസിങ് ഷുഗർ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്ക് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇത് ഒന്ന് ബീറ്റ് ആക്കിയിട്ട് ഇതിലേക്ക് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റ് ചെയ്തിട്ടുള്ള ക്രീം ചീസ് ഈ ഒരു വിപ്പിംഗ് ക്രീമിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ക്രീം ചീസ് വേണ്ടാത്തവർക്ക് വിപ്പിംഗ് ക്രീം മാത്രം എടുക്കുക. അപ്പോൾ ഒരു 1/4 കപ്പ് വിപ്പിംഗ് ക്രീം എടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. വെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മിൽക്ക് സിറപ്പാണ് റെഡിയാക്കുന്നത്. അപ്പോൾ പാലും കണ്ടൻസ്ഡ് മിൽക്ക് കൂടെ മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. കേക്ക് ബോർഡിലേക്ക് ഓരോ പീസ് കേക്ക് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് നനച്ചിട്ട് ഐസിങ് ചെയ്തെടുക്കാം. അപ്പോൾ ഫസ്റ്റ് പീസ് കേക്ക് വെച്ച് കൊടുത്തിട്ട് ഒന്ന് സോക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ക്രീം പൈപ്പ് ചെയ്ത് കൊടുക്കാം. കണ്ടൻസ്ഡ് മിൽക്കും കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ചിപ്സുമാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നതിൻ്റെ ഫില്ലിങ്ങിനായിട്ട്.
ഓരോ ലെയറിലും ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. ഈ ഒരു കേക്ക് മൊത്തത്തിൽ ഐസിങ് ചെയ്തെടുക്കുന്നില്ല. അപ്പോൾ മുകൾ ഭാഗത്ത് മാത്രം ഇതുപോലെ ഒന്ന് പൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ക്രീം. എന്നിട്ടൊരു സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കേക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. കേക്കിൻ്റെ കുറച്ച് പീസ് എടുത്തിട്ട് ഇതുപോലൊന്ന് മിക്സിയിൽ പൊടിച്ചെടുത്തിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 സ്ട്രോബെറിയും കൂടി വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്ത് നന്നായിട്ട് തണുപ്പിച്ചിട്ട് കേക്ക് സെർവ് ചെയ്യാം. നല്ല ഈസിയാണ്. അപ്പോൾ തയ്യാറാക്കി നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്